ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിയോ ഹോം ട്യൂഷൻ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് മൈക്രോ ഓർഗാനിസം ഫ്രണ്ട് ആൻഡ് ഫോ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിരുന്നു. അപ്പൊ അതിന്റെ കണ്ടിന്യൂസ് സെക്ഷൻ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സമയം കളയാണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുകയും വേണം കേട്ടോ. അപ്പൊ ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെയിം ദ ഗ്രൂപ്പ് ഇൻ വിച്ച് മൈക്രോ ഓർഗാനിസം ആർ ബോർഡ്ലി ക്ലാസിഫൈഡ്. മൈക്രോ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്ത ഗ്രൂപ്പ് ഏതൊക്കെയാ? 4 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാ? ബാക്ടീരിയ, ഫഞ്ചൈ, പ്രോട്ടോസോവ, ആൽഗെ. ഇതാണ് 4 ഗ്രൂപ്പ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. നെയിം ദ ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം ദാറ്റ് സ്മോളർ ദാൻ ബാക്ടീരിയ. ബാക്ടീരിയയെക്കാളും ചെറിയ മൈക്രോ ഓർഗാനിസം ഏതാ? ബാക്ടീരിയയെക്കാളും ചെറിയ മൈക്രോ ഓർഗാനിസം വൈറസ് ആണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞതിന് മുന്നത്തെ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു, ദ സ്റ്റഡി ഓഫ് ആൽഗെ എന്താണ്? അപ്പൊ അത് കണ്ടുപിടിച്ചായിരുന്നോ? കുറെ പേരൊക്കെ കമന്റ് ബോക്സിൽ ആൻസർ ഒക്കെ ഇട്ടു. കിട്ടിയായിരുന്നോ? ദ സ്റ്റഡി ഓഫ് ഫംഗി എന്താ? മൈക്കോളജി. സ്റ്റഡി ഓഫ് ആൽഗെ പൈക്കോളജി. ആൽഗയുടെ സ്റ്റഡിനെ പറയണേ പൈക്കോളജി. അങ്ങനെയാട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് ദ നെയിം ഓഫ് എ ബാക്ടീരിയം ദാറ്റ് ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് കേർഡ്. കേർഡിന്റെ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയ ഏതാ? കേർഡ് ലാക്ടോബാസിലസ് ആണ്. ലാക്ടോബാസിലസ് ആണ് കേർഡിന്റെ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത്, ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത്. വാട്ട് വാട്ട് ആർ ദ യൂസസ് ഓഫ് ഈസ്റ്റ്? ഈസ്റ്റിന്റെ യൂസസ് എന്തൊക്കെയാണ്? ഈസ്റ്റ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യണേ? ഈസ്റ്റിന്റെ യൂസ് എന്താ? ഈസ്റ്റ് നമ്മൾ എന്തിനാ ഉപയോഗിക്കണേ? ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ, വൈൻ പ്രൊഡ്യൂസ് ചെയ്യാൻ, ബിയർ, അതുപോലെ അതർ ബിവറേജസ്. അതേപോലെ എന്തിനാ നമ്മളിപ്പം ഫെർമെന്റേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒറ്റ രീതി പറയാം. നമുക്ക് പിന്നെ അതുപോലെ ആൽക്കഹോളിന്റെയും വൈനിന്റെയും ബിയറിന്റെയും ഒക്കെ പ്രൊഡക്ഷനും ഹെൽപ്പ് ചെയ്യുമെന്ന് പറയാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമുക്ക് കുറെ മൈക്രോ ഓർഗാനിസം ഉണ്ടല്ലേ? അതിനകത്ത് ഏറ്റവും അഡാപ്റ്റബിളും വെർസറ്റൈലും ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ഏതായിരിക്കും? ഏറ്റവും അഡാപ്റ്റബിളും വെർസറ്റൈലും ആയിട്ടുള്ളത് ഏതാ? ബാക്ടീരിയ ആണ് കേട്ടോ. ഏറ്റവും അഡാപ്റ്റബിൾ ആയിട്ടുള്ളത് ബാക്ടീരിയ ആണ്. ഓക്കെ, ഓർത്തിരിക്കാം. അടുത്ത ദിവസം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6. വാട്ട് ആർ പാത്തോജൻസ്? റൈറ്റ് അനദർ നെയിം ഓഫ് പാത്തോജൻസ്. പാത്തോജൻസ് എന്താ? പാത്തോജൻസ് എന്താ? ഡിസീസ് വരുത്തുന്ന മൈക്രോ ഓർഗാനിസത്തിന് നമ്മൾ പാത്തോജൻസ് എന്ന് പറഞ്ഞേ. അതായത് നമുക്ക് അവർക്ക് വേറൊരു പേര് പറയും. എന്തെന്നാ പറയണേ? ജേംസ് എന്ന് പറയും. ജേംസ് അല്ലെ? ജേംസ് എന്ന് പറയും. ഒരു കാര്യം ചെയ്യട്ടെ, ഈ ബാക്ടീരിയ വന്ന കിങ്ഡം ഏതാ? നമ്മൾ ഫൈക്കിംഗ് ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ നമ്മൾ 5 കിങ്ഡം ഉണ്ടെന്ന് പഠിക്കില്ലേ? അതായത് എന്ത് കിങ്ഡം ഒക്കെ? പ്ലാന്റിയ, അനിമീലിയ, അങ്ങനെ കിങ്ഡങ്ങളുണ്ട്. അത് ബാക്ടീരിയ വന്ന കിങ്ഡം ഏതാ? ബാക്ടീരിയ വന്നത് മൊനീറ എന്ന് പറഞ്ഞ കിങ്ഡത്തിലാട്ടോ ബാക്ടീരിയൻസ് വന്നെ. മൊനീറൻസ്, ആ കിങ്ഡത്തിലാണ് ബാക്ടീരിയൻസ് വന്നത്. ഓർത്തിരിക്കാം. നമ്മൾ 7th ക്വസ്റ്റിനിലേക്ക് പോകാം. ഡിഫൈൻ ഫുഡ് പ്രിസർവേഷൻ. ഫുഡ് പ്രിസർവേഷൻ എന്താ? ഫുഡ് പ്രിസർവേഷൻ എന്ന് പറഞ്ഞ ഫുഡിനെ നമ്മൾ മൈക്രോ ഓർഗാനിസത്തിന്റെ ആക്ഷനിൽ നിന്നും പ്രിവെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയണത്? ഫുഡ് പ്രിസർവേഷൻ എന്ന് പറയുന്നത്. പല മെത്തേഡുകൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചായിരുന്നു ഇല്ല? എന്തൊക്കെയാ പറഞ്ഞേ? ഹീറ്റ് ചെയ്യാം, ഫ്രീസ് ചെയ്യാം, കെമിക്കൽസ് ആഡ് ചെയ്യാം, അല്ലെ? റേഡിയേഷൻസ് കൊടുത്ത് നമുക്ക് പക്ഷെ ഫുഡിന് നമുക്കല്ല, അല്ലാത്ത ചില വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ റേഡിയേഷൻസ് ഒക്കെ കൊടുത്തിട്ടൊക്കെ നമ്മൾ എന്താ അൺസ്റ്റെറിലൈസ് ചെയ്യും മൈക്രോ ഓർഗാനിസത്തിന്. ഫുഡിനെയൊക്കെ ആകുമ്പോൾ ഇപ്പൊ ചില ഫുഡാണ് നമ്മൾ ഷുഗറിൽ ഇട്ട് വെക്കും, ചിലതിനെ സോൾട്ടിൽ ഇട്ട് വെക്കും, വിനാഗിരിയിൽ ഇട്ട് വെക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യും. അങ്ങനെ കുറെ മെത്തേഡ്സ് ഉണ്ട് അല്ലെ? 8th ക്വസ്റ്റ്യൻ നോക്കി. റൈറ്റ് ദ നെയിം ഓഫ് എനി 2 ആന്റിബയോട്ടിക്സ്. ഏതെങ്കിലും 2 ആന്റിബയോട്ടിക്കിന്റെ പേര് പറയാം. ഏതാ? പെൻസിലിന് ഒരു ആന്റിബയോട്ടിക് ആണ്. ഫസ്റ്റ് കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് 1929. അത് നമുക്കറിയാം. അതല്ലാതെ നമുക്ക് 2 കൂടെ എക്സ്ട്രാ പഠിച്ചു വെക്കണ്ടേ? ഏതൊക്കെയായിരിക്കും? സ്ട്രെപ്റ്റോമൈസിനും എരിത്രോമൈസിനും. സ്ട്രെപ്റ്റോമൈസിനും എരിത്രോമൈസിനും. ക്ലിയർ ആയോ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കി.
ഹു ഡിസ്കവേർഡ് ദ വാക്സിൻ ഫോർ സ്മോൾ പോക്സ്? സ്മോൾ പോക്സിന്റെ വാക്സിൻ ആരാ കണ്ടുപിടിച്ചേ? എഡ്വേർഡ് ജെനർ ആണ് കണ്ടുപിടിച്ചത്. എഡ്വേർഡ് ജെനർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. എഡ്വേർഡ് ജെനർ ആണ് കണ്ടുപിടിച്ചത്. ഓർക്കണ്ടോ? മറന്നുപോയോ? ദിവസം നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 10. വാട്ട് ഈസ് ഫെർമെന്റേഷൻ? ഫെർമെന്റേഷൻ എന്താ? ഫെർമെന്റേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ഫുഡ് ഇൻടു ആൽക്കഹോൾ. ഫുഡിനെ ആൽക്കഹോൾ ആക്കി മാറ്റുന്ന പ്രോസസ് ആണ് എന്ത്? ഫെർമെന്റേഷൻ. പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ഫുഡ് ഇൻടു ആൽക്കഹോൾ. അല്ലെ? നമ്മൾ ഈ അപ്പമൊക്കെ പിടിപ്പിക്കുമ്പോൾ നമ്മൾ അവിടെ ആൽക്കഹോൾ പ്രൊഡക്ഷൻ നടത്തുന്നത് ഈസ്റ്റ് വെച്ചിട്ടാ. അപ്പം ആ ഒരു പ്രോസസ്സ് നമ്മൾ എന്ത് പറയണത്? ഫെർമെന്റേഷൻ എന്ന് പറയുന്നത്. ഇനി 11th ക്വസ്റ്റ്യൻ, ഡിഫൈൻ റിഫ്രിജറേഷൻ. റിഫ്രിജറേറ്റർ എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ടാവില്ല അല്ലെ? അപ്പൊ റിഫ്രിജറേഷൻ എന്താ? ഫുഡിനെ നമ്മള് ഫുഡ് പ്രൊഡക്റ്റിനെ ഏത് ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യും? 0 to 5 ഡിഗ്രി സെൽഷ്യസ്. അത് തണുപ്പിക്കുകയോ ചെയ്യുന്നത്, കൂൾ ചെയ്യുന്ന പ്രോസസ്സ്. ആ ഒരു അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സാധനങ്ങൾ സൂക്ഷിക്കില്ലേ? അതിനെയാണ് നമ്മൾ റിഫ്രിജറേഷൻ ഉദ്ദേശിക്കുന്നത്. റിഫ്രിജറേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കിയേ. വാട്ട് ഈസ് വാക്സിൻ? വാക്സിൻ എന്താ? നമ്മളെല്ലാരും COVID-19 വാക്സിൻ എടുത്തു അല്ലെ? എന്താന്ന് അറിഞ്ഞിട്ടാണോ പോയി വാക്സിൻ എടുത്തേ? ഇത് എല്ലാവരും എടുത്തോ? എന്താ വാക്സിൻ? വാക്സിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണി സിസ്റ്റത്തിനെ ആക്റ്റീവ് ആക്കുവാണ്. അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുവാണ് ചെയ്യുന്ന വാക്സിൻ വഴി അല്ലെ? അതായത് നമ്മൾ ഡെഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം നമ്മുടെ ബോഡി കയറ്റിയിട്ട് നമ്മുടെ ഇമ്മ്യൂണി സിസ്റ്റത്തിനെ ആക്റ്റീവ് ചെയ്യിപ്പിച്ചിട്ട് ആന്റിബോഡീസ് ഉണ്ടാക്കും. ഒരു മെമ്മറി സെൽസ് ഉണ്ടാക്കി വെക്കും. ഇപ്പൊ എന്ത് പിന്നീട് അസുഖം നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും വാക്സിൻ. പോളിയോ വാക്സിൻ, കൊറോണ, കോവിഷീൽഡ്, കോവാക്സിൻ ഒക്കെ വാക്സിൻ എക്സാമ്പിൾ ആണ്. വാക്സിൻ എടുക്കുന്നത് നമ്മൾ വാക്സിനേഷൻ എന്ന് വിളിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 13. നെയിം എനി 2 ഹ്യൂമൻ ഡിസീസസ് കോസ്ഡ് ബൈ വൈറസ്. വൈറസ് വരുത്തുന്ന ഏതെങ്കിലും 2 ഡിസീസ്. ഏതൊക്കെ ഡിസീസ് ആയിരിക്കും വൈറസ് വരുത്തുന്നത്? കൊറോണ വൈറസിന് അറിയാൻ പാടില്ലേ? കൊറോണ എന്ന് എഴുതി വെച്ചാലും മാർക്ക് കിട്ടും. അത് ഒന്നും അറിയില്ലെങ്കിൽ കൊറോണ എന്ന് എഴുതി വെക്കാലോ. പിന്നെ മീസിൽസ്, പോളിയോ ഇതൊക്കെ ആര് വരുത്തുന്നതാ? വൈറസ് വരുത്തുന്ന ഡിസീസാണ്. 14th ക്വസ്റ്റ്യൻ നോക്കിയേ. നെയിം എനി 3 കോമൺ പ്ലാന്റ് ഡിസീസസ്. ഏതെങ്കിലും 3 പ്ലാന്റിന് വരുന്നത്. ഒന്ന് റസ്റ്റ് ഓഫ് വീറ്റ്, സിട്രസ് ക്യാൻകർ, വിൽറ്റ് അല്ലെ? ഇതൊക്കെ എങ്ങനെ വരുന്ന ഡിസീസാ? പ്ലാന്റിന് വരുന്ന ഡിസീസാ. കോസിറ്റീവ് ഓർഗാനിസംസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 15ാമത്തെ ക്വസ്റ്റ്യൻ, 15th ക്വസ്റ്റ്യൻ. നെയിം എ മൈക്രോ ഓർഗാനിസം വിച്ച് ഹെൽപ്പ് ഇൻ നൈട്രജൻ ഫിക്സേഷൻ. നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യണ മൈക്രോ ഓർഗാനിസം ഏതാണ്? ബ്ലൂ ഗ്രീൻ ഓൾഗി ഹെൽപ്പ് ചെയ്യും. റൈസോബിയം എന്ന് എഴുതിയത് കേട്ടോ. റൈസോബിയം നൈട്രജൻ ഫിക്സ് ചെയ്യണ മൈക്രോ ഓർഗാനിസം. പീ പ്ലാന്റിന്റെ റൂട്ട് നൊഡ്യൂളിൽ കാണും. ഓക്കെ. നെയിം എ ഡിസീസ് കോസ്ഡ് ബൈ ഫുഡ് പോയിസണിങ്. ഫുഡ് പോയിസണിങ് കൊണ്ടുണ്ടാകുന്ന ഡിസീസ്. ഫുഡ് പോയിസണിങ് കേട്ടിട്ടുണ്ടോ? ഫുഡ് പോയിസണിങ് വന്നിട്ടുള്ളവരായിരിക്കും എല്ലാവരും. നമ്മൾ ഈ പുറമേ നിന്നൊക്കെ ഫുഡൊക്കെ കൂടുതൽ കഴിക്കുമ്പോൾ എന്ത് വരും? ഫുഡ് പോയിസൺ വരും. അപ്പൊ ഫുഡ് പോയിസണിങ് മൂലം ഉണ്ടാവുന്ന ഡിസീസ് എന്താ? ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഈ ബോട്ടുലിസം എന്ന് പറയുന്നത്. ബോട്ടുലിസം. അപ്പം എന്താ ഇത് ശരിക്കും നമ്മുടെ നെർവസ് സിസ്റ്റത്തെയാണ് ബാധിക്കുന്നത്. അപ്പം ക്ലോസ്ട്രീഡിയം ബോട്ടുലീനിയം എന്ന് പറഞ്ഞ ബാക്ടീരിയ ആണ് ഈ ഡിസീസ് വരുത്തുന്നത്. മനസ്സിലായോ? ഓക്കെ, അത്ര നമ്മൾ ഓർത്തിരിക്കാം. പല രീതിയിൽ നമുക്കത് വരാട്ടോ. ഫുഡ് പോയിസണിങ് മൂലം വന്നതാന്നല്ലേ പറഞ്ഞത്. അതായത് അതിനകത്ത് ഫുഡ് ബോൺ ബോട്ടുലിസം ഉണ്ട്, വൂണ്ട് ബോട്ടുലിസം ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഫുഡ് ബോൺ ബോട്ടുലിസം, അതുപോലെ വൂണ്ട് ബോട്ടുലിസം, ഇൻഫന്റ് ബോട്ടുലിസം, ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. ഓക്കെ, അടുത്ത ദിവസം നോക്കി 18th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഡീകമ്പോസിഷൻ? ഡീകമ്പോസിഷൻ എന്താ? ഓർഗാനിക് മാറ്ററിനെ ബ്രോക്ക് ഡൗൺ ചെയ്തിട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്താക്കുന്നതാ? സിമ്പിൾ ഓർഗാനിക് സബ്സ്റ്റൻസസ് ആക്കി മാറ്റും. ആര്? മൈക്രോ ഓർഗാനിസം. അതിനാണ് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 19 നോക്കി. നെയിം ദ 2 മൈക്രോബ്സ് ദാറ്റ് ആർ ഇൻവോൾവ് ഇൻ ദ പ്രോസസ് ഓഫ് ഡീകമ്പോസിഷൻ. ഡീകമ്പോസിഷനിൽ ഇൻവോൾവ് ആകുന്ന ഏതെങ്കിലും 2 മൈക്രോബ്സ് പറയുക. ബാക്ടീരിയയും ഫംജിയും പറയാം.
ബാക്ടീരിയ ഫംജിയാണ് മെയിൻ ആയിട്ടുള്ളത്, ബാക്ടീരിയ ഫംജി. ഓക്കെ, വാട്ട് ആർ മൈക്രോ ഓർഗാനിസം? ഗീവ് 4 എക്സാമ്പിൾ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻ ആയിരുന്നു അല്ലെ. നേക്കഡായി കൊണ്ട് കാണാൻ പറ്റാത്ത മൈക്രോസ്കോപ്പ് വഴി നമ്മൾ കാണുന്ന ഓർഗാനിസംസ് ആണ് എന്ത്? മൈക്രോ ഓർഗാനിസംസ്. നമ്മൾ അവരെ മൈക്രോബ്സ് എന്ന് വിളിക്കും. ഇഷ്ടമുള്ള എക്സാമ്പിൾ പറയാം. അമീബ, പാരമീഷ്യം, വോൾവെക്സ്, സ്പൈറോഗ്യാറ. ഇഷ്ടമുള്ള എക്സാമ്പിൾ പറയാം. ഇനി അടുത്ത് നോക്കിക്കേ, ക്ലാസിഫൈ ബാക്ടീരിയ ഓൺ ദ ബേസിസ് ഓഫ് ദർ ഷേപ്പ്. ഷേപ്പിന്റെ ഇതിൽ നമ്മൾ ബാക്ടീരിയ എങ്ങനെ തിരിച്ചേക്കണേ? റോഡ് ഷേപ്പ് ഉള്ള ബാക്ടീരിയ ബാസിലി എന്ന് പറയും. അതുപോലെ സ്പെറിക്കൽ ഷേപ്പ് ഉള്ള ബാക്ടീരിയക്ക് കോക്കി എന്ന് പറയും. കർവ് ഷേപ്പ് ഉള്ളതിനോ അല്ലെങ്കിൽ കോമ ഷേപ്പ് ഉള്ളതിനെ വിബ്രിയോ എന്നും സ്പൈറൽ ഷേപ്പ് ഉള്ളതിനെ സ്പൈറല്ല എന്നും പറയും അല്ലെ. സ്ട്രെപ്റ്റോകോക്കി എന്നൊക്കെ നമ്മൾ പറഞ്ഞ ഡിപ്ലോകോക്കി, സ്ട്രെപ്റ്റോകോക്കി എന്നൊക്കെ ഓർക്കണ്ടോ? നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അടുത്ത ദിവസം നോക്കിയേ, ഡിഫൈൻ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് ഗീവ് 1 എക്സാമ്പിൾ. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്താ? ഒരു ആരോഗ്യമുള്ളൊരു മനുഷ്യന് ഒരു ഡിസീസ്ഡ് ആയിട്ടുള്ള വ്യക്തിയിൽ നിന്നും ഡയറക്റ്റ് കോണ്ടാക്ട് വഴി കിട്ടുന്നത്, ഒന്നെങ്കിൽ എയർ വഴിയോ വാട്ടർ വഴി ഫിസിക്കൽ കോണ്ടാക്ട് വഴി എന്ത് ചെയ്യും? രോഗമുള്ള ആളിൽ നിന്ന് രോഗമില്ലാത്ത ആളിലേക്ക് വരുന്ന അസുഖത്തിനാണ് നമ്മൾ എന്ത് പറയണേ? കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയണേ. എക്സാമ്പിള് കോളറ, ചിക്കൻ ബോക്സ്, ട്യൂബർ കലോസിസ്, കോമൺ കോൾഡ് എക്സെട്ര. ഇതെല്ലാം എന്തിന് എക്സാമ്പിളാ? കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് എക്സാമ്പിൾ ആണ്. വൈറസും അതർ മൈക്രോ ഓർഗാനിസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വൈറസ് ഒരു ഡിഫറെന്റ് കാറ്റഗറി അല്ലെ. എന്താ വ്യത്യാസം? ബാക്കിയുള്ള മൈക്രോ ഓർഗാനിസ് ആണെങ്കിൽ എങ്ങനെയാ? അവർക്ക് വേറൊരു ഓർഗാനിസിന്റെ ബോഡി കയറണമെന്നില്ല അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ. പക്ഷെ വൈറസിനോ? അവർക്ക് ഒരു ജീവനുള്ള വസ്തുവിന്റെ ഉള്ളിൽ കയറിയെങ്കിൽ മാത്രമാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വൈറസ് എന്താ? വൈറസ് ഒരു നോൺ സെല്ലുലാർ മൈക്രോബ്സ് ആണ്. നോൺ സെല്ലുലാർ, അതായത് അവർക്ക് എങ്ങനെയാ? നോൺ സെല്ലുലാർ മൈക്രോബ്സ് എന്നാൽ ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാ? സെല്ലുലാർ മൈക്രോബ്സ് ആണ്. ആ ഒരു കാറ്റഗറിയിൽ വരും. അപ്പം എന്താ നോൺ സെല്ലുലാർ മൈക്രോബ്സ് എന്ന് പറഞ്ഞാൽ? നോൺ സെല്ലുലാർ മൈക്രോ ഓർഗാനിസം എന്താ? ശരിക്കും നമ്മൾ ഈ വൈറസിനെ ഒരു ലിവിങ് നോൺ ലിവിങ്ങും ആയിട്ടുള്ള ഒരു എന്താ ലിവിങ് നോൺ ലിവിങ്ങും ആയിട്ടുള്ള ആ രണ്ട് കാറ്റഗറിയിൽ ഇടയ്ക്ക് പെടുത്തുന്ന ഓർഗാനിസംസ് ആണ് ഈ വൈറസ് എന്ന് പറഞ്ഞാൽ അല്ലെ. ഇപ്പം ശരിക്കും ഒരു മൈക്രോബാണ്. നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ചിട്ടൊക്കെ കാണാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് മൈന്യൂട്ട് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. പിന്നെ ഇവർക്ക് സാധാരണ ഒരു സെല്ല് പെർഫോം ചെയ്യണ എല്ലാ സെല്ലുലാർ ഫങ്ഷൻസും ഒന്നും പെർഫോം ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിൾ മെറ്റബോളിസം, ഗ്രോത്ത് ഒക്കെ ആണെങ്കിലും എന്താ ഒരു വേറൊരു ഹോസ്റ്റിന്റെ ബോർഡ് പുറത്താണെങ്കിൽ ഇവർക്ക് പറ്റില്ല. ഒരു ബോർഡ് ഉള്ളിൽ കയറി കഴിയുമ്പോഴാണ് ഇവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നോൺ സെല്ലുലാർ ഉള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം എല്ലാ ഫ്രണ്ട്സിനും ഓക്കെ ബൈ. അപ്പം ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവരും നോട്ട് ചെയ്യണം, പഠിക്കണം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ക്ലാസ്സിന്റെ ബാക്കിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരാം. എല്ലാവർക്കും ഓക്കെ ബൈ.